നമ്മൾ അതിഥിയെ നന്നായി മാനിക്കണം. നമ്മുടെ എത്ര ശത്രുവായിരുന്നാലും എത്ര വിരോധമുള്ള ആളായിരുന്നാലും നേരിട്ട് കണ്ട സലാം പറയുകയും വേണം, പറഞ്ഞ മടക്കുകയും വേണം. നമ്മുടെ വീട്ടിലേക്ക് കയറി വന്നാൽ ഒരു തരത്തിലുള്ള വിദ്വേഷങ്ങളും വെറുപ്പുകളും അവരോട് പ്രകടമാക്കാനും പാടില്ല. ഇല്ലേ? നമ്മളൊക്കെ വീട്ടിലൊക്കെ ഒരുപാട് കാലം മാറി നിന്നവര് ഹജ്ജിന് പോവാൻ നേരത്താണല്ലോ പലർക്കും ബോധോദയം ഉണ്ടാവുക. ആ സമയത്ത് വീട്ടിലേക്ക് യാത്ര പറയാൻ വന്നാൽ നമ്മൾ സ്വാഭാവികമായിട്ട് എന്ത് പറയും? ഇത്രയും കാലം അന്വേഷിക്കാൻ വയ്യായിരുന്നു, ഇപ്പൊ ഹജ്ജിന് പോകാൻ നേരത്തെ വന്നിരിക്കണം എന്ന് പറയും. അല്ലേ? അങ്ങനെയല്ലേ വരിക? ഒരിക്കലും പാടില്ല. നമ്മുടെ വീട്ടിലേക്ക് ഒരു അതിഥിയായ ആര് വന്നാലും അവർ നിസ്സാരമാക്കാൻ പാടില്ല. അത് കർശനമായ ഹദീസിന്റെ ഭാഷകൾ വിശദീകരിച്ചുകൊണ്ട് ഇമാം യാഫിഈ റളിയല്ലാഹു തആല അൻഹു തങ്ങള് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു കൊടുത്തിട്ട് ചോദിക്കുക, ദുനിയാവിൽ നമുക്ക് കടന്നു വരുന്ന ഒരു അതിഥിയെ നമ്മൾ നിന്ദിക്കണം. അങ്ങനെ നിന്ദിക്കേണ്ടുന്ന അതിഥി ആരാണ്? ഒരതിഥിയെയും നമ്മൾ നിന്ദിക്കാൻ പാടില്ല, നിസ്സാരമാക്കാൻ പാടില്ല, അവരെ വഷളാക്കാനും പാടില്ല. പക്ഷെ ഒരു അതിഥി നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാനുണ്ട്. ആ അതിഥിയെ നമ്മൾ നിസ്സാരമാക്കി അവനെ നിന്ദിച്ച് കളഞ്ഞാലേ അവന്റെ ആഖിറം വിജയിക്കൂ എന്ന് മഹാനായ സയ്യിദുനാ ഇമാം യാഫിഈ റളിയല്ലാഹു തആല അൻഹു ശിഷ്യന്മാരോട് ചോദിച്ചു, ഏതാണ് അതിഥി എന്ന് പറയാൻ ആർക്കാ കഴിയാൻ? ശിഷ്യന്മാർ അത്ഭുതത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും ചിന്തിച്ചു. ഉസ്താദേ, വിളിക്കാതെ വരുന്ന അതിഥിയാണോ? വിളിക്കാതെ വരുന്ന അതിഥിയാണോ? കല്യാണത്തിന് വിളിക്കാതെ ഉണ്ണാൻ പോകുന്നത് പോലെ നമ്മൾ ക്ഷണിക്കാതെ നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരുന്ന അതിഥിയാണോ നമ്മൾ നിന്ദിക്കാൻ ശ്രമിക്കേണ്ടത്, തള്ളിക്കളയേണ്ടത്? അവിടെന്ന് പറഞ്ഞു, വിളിക്കാതെ വരുന്ന അതിഥിയെ വിളിച്ചു വരുന്ന അതിഥിയേക്കാൾ ഏറെ നമ്മൾ മാനിക്കണം. രണ്ടാമത്തെ ശിഷ്യന്മാർ ചോദിച്ചു, ഉസ്താദേ, ശത്രുവായ ഒരാള് ക്ഷണവുമില്ലാതെ, അയാളെ ക്ഷണിക്കാതെ തന്നെ ശത്രുവായി വിരോധമുള്ള ഒരാള് നമ്മുടെ വീട്ടിലേക്ക് നമ്മളെ നിസ്സാരമാക്കാനും മോശമാക്കാനും കടന്നു വരികയാണെങ്കിൽ അവനെയാണോ നിസ്സാരമായി തള്ളിക്കളയേണ്ടത് എന്ന് ചോദിക്കുമ്പോ മഹാനായ ഇമാം യാഫീ തങ്ങൾ പറയാ, നിന്റെ ശത്രുവാണ്, നീ ക്ഷണിക്കാതെ നിന്റെ വീട്ടിലേക്ക് കടന്നു വരികയാണ്. അങ്ങനെ വന്നാലും ആ ആള് നിന്നെ മോശമാക്കാൻ വേണ്ടിയാണ് കടന്നു വരുന്നത് എങ്കിലും അയാളെ നീ നിസ്സാരമാക്കാൻ പാടില്ല. വിളിച്ചു വരുന്നവനേക്കാൾ ഏറെ മാന്യതയും അവന് വിലയും കൊടുക്കണമെന്ന് മഹാനായ സയ്യിദുനാ ഇമാം യാഫിഈ. ഇത് പറയുമ്പോ ശിഷ്യന്മാര് പറയാ, പിന്നെ മറ്റൊരു ഉദാഹരണം പറയാൻ നമ്മുടെ മുന്നിലില്ലേ? ഇനി എന്താ നമ്മൾ പറയാ? അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇമാം യാഫിഈ റളിയല്ലാഹു തആല അൻഹു തങ്ങൾ പറഞ്ഞു, നമ്മൾ തട്ടിക്കളയേണ്ട, നിസ്സാരമാക്കി കളയേണ്ട ഒരൊറ്റ അതിഥി എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സമ്പത്ത്, പണം എന്ന് പറയുന്ന അതിഥിയാണെന്ന് ഇമാമുനാ യാഫിഈ റളിയല്ലാഹു തആല അൻഹു തങ്ങൾ. ഈ പണത്തെ പണയിച്ചാലോ അവന്റെ ഈമാൻ നഷ്ടപ്പെടും. പണത്തെ പ്രണയിച്ചാലോ ഈമാൻ നഷ്ടപ്പെടും. ദുനിയാവിനോടുള്ള വിരക്തി കൊണ്ടല്ലാതെ ഒരാളും ആഖിറത്തിലേക്ക് അടുക്കുകയില്ല എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകൾ ഒരുപാട് പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ സമ്പാദിക്കുന്നത് നല്ലതല്ലേ എന്ന് ചോദിച്ചാൽ ഏറ്റവും നല്ല കാര്യമാണ്. ദീനിന് വളരാനും മറ്റുമൊക്കെ സമ്പത്ത് വേണം. അത് വലിയൊരു അമൽ, അതൊരു മറ്റൊരു വിഷയമാണ്. എവിടെ ഇരിക്കട്ടെ, നല്ല രീതിയിൽ സമ്പാദിക്കുന്ന എത്രയോ മഹാനുഭാവന്മാരുണ്ട്. ദീനിന് വേണ്ടി ഒരുപാട് സഹായിക്കുന്ന ഈ സഹസ്രമുള്ള ബഹുമാന്യനായ കൈരളിയുടെ MD പോലെ ഒരുപാട് സഹായാസ്തങ്ങൾ ഈ ദീനിന് വേണ്ടി ചെയ്യുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട്. അള്ളാഹുവിടെ സമ്പത്തിലും ബിസിനസ്സിലും അഭിവൃദ്ധിയും ഉയർച്ചയും കൊടുക്കട്ടെ. മഹാനായ ഇമാം യാഫിഈ തങ്ങള് ശിഷ്യന്മാര് തോറ്റ് തുന്നം പാടുമ്പോ പറയാം, ഒരു മനുഷ്യൻ നിന്ദിക്കേണ്ട അതിഥി സമ്പത്ത് എന്ന് പറയുന്ന അതിഥിയാണ്. ശിഷ്യന്മാർ അന്താളിച്ചിരിക്കുന്നു. ഒറ്റ വാക്കിൽ ഒന്നും മനസ്സിലായില്ല എങ്കിലും ഈ മഹാനുഭാവനായ ഇമാം യാഫിഈ റളിയല്ലാഹു തആല അൻഹു തങ്ങള് തന്റെ ജീവിതത്തിന്റെ ഓർമ്മച്ചപ്പിൽ നിന്നും സംഭവിച്ചു പോയ, സാക്ഷ്യം വഹിച്ചു പോയ, അനുഭവിച്ചു പോയ ഒരു സംഭവം എടുത്തുകൊണ്ട് ശിഷ്യന്മാരെ മുന്നിലേക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുക. അവിടെ നിന്ന് വിവരിക്കാൻ തുടങ്ങി. മുൻപ് കാലത്ത് ഒരു സമ്പന്നനായ മനുഷ്യനുണ്ടായിരുന്നു. എന്റെ സഹോദരിമാരും സഹോദരങ്ങളും ശ്രദ്ധിച്ച് ശ്രവിക്കുക. നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ അനുഭവങ്ങൾ ഒരുപാട് കടന്നു വരാം. മഹാനുഭാവനായ ഇമാം യാഫിഈ തങ്ങൾ വിവരിച്ചു കൊടുക്കുന്നു. ഒരു സമ്പന്നനായ മനുഷ്യൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല
ദുനിയാവിൽ ഒരുപാട് സമ്പത്തുകള് സമ്മാനമായി കൊടുത്ത അനുഗ്രഹീതനായൊരു മനുഷ്യൻ. ആ മനുഷ്യൻ വലിയ മുസ്ലിമാണ്, ദീനിനോട് അടുപ്പമൊക്കെയുണ്ട്, പക്ഷേ വലിയ ഇബാദത്തുകളൊന്നുമില്ല. അങ്ങനെ ജീവിച്ചു വരുന്നതായ മനുഷ്യൻ നല്ല ഒരു സ്വാലിഹത്തായ, നമസ്കരിക്കുന്ന, സ്വതക്ക ചെയ്യുന്ന, അള്ളാഹുവിനെ ഭയപ്പെടുന്ന, നല്ലതിനെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു പെണ്ണിനെ വിവാഹം കഴിച്ചു. നല്ലൊരു പെണ്ണിനെ വിവാഹം കഴിച്ചു. ആ വിവാഹം കഴിച്ച് അവർ സുഖത്തോടെ നല്ല 2 തട്ടുള്ള സുന്ദരമായ, ആഡംബരമായ, അമ്പരചുംബിയായ, ലക്ഷൂറിയസ് ആയ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുമ്പോ അവർക്കൊരു സ്വഭാവമുണ്ട്. വീടിന്റെ മട്ടുപ്പാവ് ബാൽക്കണിയില് ഭാര്യയും ഭർത്താവും ഇങ്ങനെ ഇരുന്നു കൊണ്ട് സൊറ പറഞ്ഞുകൊണ്ട് രാവിലെയും വൈകുന്നേരമുള്ള സമയങ്ങൾ അവരിങ്ങനെ തമാശ പറഞ്ഞ് അവരുടെ ജീവിതത്തിൻ്റെതായ നല്ല രസങ്ങളാക്കി മാറ്റുന്ന ഒരു ശീലമുണ്ടായിരുന്നു. അങ്ങനെ ഒരു വേള തന്റെ ജീവിതത്തിൻ്റെതായ ആ ഒരു നിമിഷത്തില് വീടിന്റെ ബാൽക്കണിയിലെ മട്ടുപ്പാവില് ഭാര്യയും ഭർത്താവും തമ്മിൽ ദുനിയാവിന്റെ രസങ്ങൾ ഓരോന്നോരോന്ന് പറഞ്ഞുകൊണ്ട് രസിപ്പിക്കുന്ന വർത്തമാനങ്ങൾ പറഞ്ഞു, കൊഞ്ചുന്ന വർത്തമാനങ്ങൾ പറഞ്ഞ് രസിച്ചു കൊണ്ടിരിക്കുമ്പോ തന്റെ വീടിന്റെ താഴ്ഭാഗത്തതാ ഒരു വെളിയാളം കേൾക്കുകയാണ്. ഈ വീട്ടിലാരുമില്ലേ, ഈ വീട്ടിലാരുമില്ലേ. മട്ടുപ്പാവിലിരിക്കുന്ന ഭാര്യയും ഭർത്താവും ശ്രദ്ധിക്കുന്നുണ്ട്. വീട്ടിലാരോ വന്നതാണ്. നോക്കുമ്പോ അതിഥികളില്ല. ആ മനുഷ്യൻ എത്തി നോക്കി. ഭാര്യ എഴുന്നേക്കുമ്പോ പറഞ്ഞു, നീ ഇവിടെ ഇരിക്ക്, നീ പോയാല് ശരിയാവില്ല, നീ പോയാല് കുറച്ചു കഴിഞ്ഞേ കടന്നു വരുള്ളൂ. അങ്ങനെ ആ ഭാര്യമാര് ഭർത്താക്കന്മാര് നല്ല വയ്യാതെ കിടന്ന് കാലൊന്ന് വേദന എടുത്ത് തടവാൻ പറഞ്ഞ് അവർ തടവിയിരിക്കും. പെട്ടെന്ന് പറയും, കൈ കഴിക്കുമ്പം പറയും, ഞാനേ അടുപ്പിൽ പാല് വെച്ചേക്കിരുന്ന് പൊങ്ങിപ്പോവും എന്ന് പറഞ്ഞ് പോണ പോക്കതാ ഇറക്കി വെച്ചിട്ട് വരാന്ന് പറയും. പോയി കഴിഞ്ഞാൽ പിന്നെ പാലും വെന്ത് ചോറും വെന്ത് എല്ലാം വെന്താലും 2 മണിക്കൂർ കഴിഞ്ഞാൽ അവരെ പിന്നെ കാണൂല. ഇല്ലേ? ചോദിക്കും പറയാം, അല്ലോ മച്ച ഞാൻ മറന്നുപോയി ഇല്ലേ? ഇങ്ങനെ സ്വഭാവം. ഇവിടുത്തെ ഉമ്മമാരല്ല കേട്ടോ, ഇവിടെ വട്ടൂരൊക്കെ ഉള്ള നല്ല ഉമ്മമാരെ അള്ളാഹു വറക്കത്ത് കൊടുക്കട്ടെ. നിങ്ങളെ കുറിച്ചല്ല കേട്ടോ. അപ്പോ ഇതുപോലെ ഭർത്താവ് പറയാ, നീ അവിടെ ഇരിക്ക്, നീ പോകണ്ട, നീ അവിടെ ഇരിക്കണം, ഞാൻ നോക്കാം. ഭർത്താവ് എഴുന്നേറ്റ് നോക്കുമ്പോ വന്ന് വിളിക്കുന്നത് ഒരു യാചകനാ. അയാള് ശരീരമാകെ മെലിഞ്ഞൊട്ടിയിട്ടുണ്ട്, എല്ലൊന്തിയിട്ടുണ്ട്, കവള് കുടിഞ്ഞിട്ടുണ്ട്. വെറും ഒരു എന്താ പറയാ, സ്കെൽറ്റനായ, അസ്ഥിപഞ്ചരമായ, ഒരു അസ്ഥികൂടമായ ഒരു മനുഷ്യനാണ്. കൂനിപ്പടഞ്ഞ്, നടുവളഞ്ഞ്, കുറുക്ക് വളഞ്ഞ്, കൂനിപ്പടഞ്ഞ് കറുകറുത്ത ഒരു മനുഷ്യൻ. അയാളിങ്ങനെ നിൽക്കുന്ന, അയാളെ വിളിച്ചു ചോദിക്കുന്നത്, ആരുമില്ലേ ഈ വീട്ടിൽ എന്ന്. ഇയാള് പറയാ, അതേതോ വഴിപോക്കനാ, നീ ശ്രദ്ധിക്കേണ്ട, അവിടെ ഇരിക്കുന്നു പറഞ്ഞു. കുറച്ചു കഴിഞ്ഞു വീണ്ടും ആ യാചകം വിളിച്ചു ചോദിച്ചു, ആരുമില്ലേ ഈ ഭവനത്തില്? അപ്പോഴേ അയാള് വിളിച്ചു പറഞ്ഞു, ഈ വീട്ടിൽ ആരുമില്ല, ഞാൻ മാത്രമാണ്. ഈ വീടിന്റെ ആളുകൾ പുറത്തു പോയിട്ടുണ്ട്, നീ ഇവിടെ നിൽക്കണ്ട. ഈ സ്വരം കേൾക്കുമ്പോ ഈ യാചകൻ പറഞ്ഞു, പ്രിയപ്പെട്ട സഹോദരാ, ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് എത്രയോ ദിവസങ്ങളായി. ഭക്ഷണം പശിയടക്കാൻ കഴിയാതെ വല്ലാതെ വിശപ്പ് സഹിക്കവയ്യാതെ ബുദ്ധിമുട്ടുകയാണ്. മരുന്ന് പോലും വാങ്ങാൻ എന്റെ കയ്യിൽ പൈസയില്ലാതെ ദിവസങ്ങളോളം ഞാൻ പട്ടിണി കിടക്കുകയാണ്. എന്തെങ്കിലും ഒന്ന് സഹായിക്കുമോ? ഈ മനുഷ്യനോട് വീണ്ടും വിളിച്ചു ചോദിക്കുമ്പോൾ ഈ ചെറുപ്പക്കാരന് ദേഷ്യം വരിക. അവിടെ നിന്ന് പറഞ്ഞു, നിന്നോടല്ലേ പറഞ്ഞത്. നമ്മുടെ ഭാഷ അറിയാലോ, ഒരാളോട് ഇല്ലാന്ന് പറഞ്ഞ രണ്ടാമതെന്താ പറയാന്ന്. നമ്മൾ സ്വയം നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. നിന്നോടല്ലേടാ പറഞ്ഞത്, ഇവിടെ ആരുമില്ലാതെ നിനക്ക് പൊക്കൂടെ? ഈ പാവപ്പെട്ട മനുഷ്യൻ പോയില്ല. കാരണം അയാൾ നോക്കുമ്പോ അവിടെ നിന്നും നടന്ന് മറ്റൊരു വീട്ടിലേക്ക് പോകാനുള്ള ആരോഗ്യം പോലും അയാൾക്കില്ല. അപ്പൊ എന്തെങ്കിലും ഇവിടെ നിന്ന് കിട്ടിയാൽ അത് ഹൈറാണല്ലോ എന്ന് ചോദിച്ചാൽ ഒന്നുകൂടി അവിടെ ഒന്ന് യാചിച്ചു നോക്കി.
എന്റെ സഹോദര, റബ്ബിനെ വിചാരിച്ച് അള്ളാനെ വിചാരിച്ചിട്ടൊന്ന് തരണം. നിങ്ങൾക്ക് അള്ളാഹു നല്ല സുന്ദരമായ അമ്പരചുംബിയായ ഭവനങ്ങൾ തന്നു, നല്ല ആഡംബരമായ സൗഖ്യമുള്ള ജീവിതത്തിന്റെ അനുഭവത്തിൻ്റെതായ സാക്ഷാത്കാരങ്ങൾ തന്നു. പക്ഷേ ഞാൻ എത്രയോ ദിവസങ്ങളായി ഭക്ഷണം കഴിച്ചിട്ട് മരുന്ന് പോലും വാങ്ങാൻ പൈസയില്ലാതെ വല്ലാതെ തെണ്ടിക്കൊണ്ട് മടക്കുന്ന സന്ദർഭമാണ്. എന്തെങ്കിലും തരാൻ കനിവുണ്ടാകണമെന്ന് വീണ്ടും യാചിക്കുമ്പോൾ ഈ മനുഷ്യൻ പറയാട്, ഈ മനുഷ്യനങ്ങ് ദേഷ്യം പിടിച്ചു. പെട്ടെന്ന് ദേഷ്യം വരുന്ന ചില സ്വഭാവക്കാരുണ്ട്. പെട്ടെന്ന് ദേഷ്യം പിടിച്ചിട്ട് പറയാ, നിന്റെ വാപ്പ എന്റെ കയ്യിൽ സമ്പാദിച്ച് തന്നിട്ടില്ലല്ലോ, നിന്റെ സമ്പത്ത് പോലെ എന്റെ വാതിൽക്കൽ മുന്നിൽ വന്നിട്ട് എന്നോട് യാചിക്കാൻ നീ സമ്പാദിച്ചു തന്നു, അതല്ല നിന്റെ വാപ്പ എനിക്ക് സമ്പാദിച്ചു തന്നതാണോ? പിന്നെ എന്ത് ധൈര്യത്തിലാ എന്റെ വീടിന്റെ മുന്നിൽ വന്ന് നീ ഒന്ന് യാചിക്കുക? ഈ മനുഷ്യൻ ചടിക്കാൻ തുടങ്ങി, ദേഷ്യപ്പെടാൻ തുടങ്ങി. ദേഷ്യം വന്ന് വായിലിരിക്കുന്നതെല്ലാം വിളിച്ചു പറയാൻ തുടങ്ങി. സാധുവായ ദീനുള്ള ഭാര്യ പറഞ്ഞു, പ്രിയതമാ, പ്രിയപ്പെട്ട ഭർത്താവേ, ഒരിക്കലും ഒരാളോടും അങ്ങനെ നിങ്ങൾ കയർക്കരുത്, പ്രതികരിക്കരുത്. അയാള് സാധുവാണ്, വിശന്നിട്ടാണല്ലോ ചോദിക്കുന്നത്. അയാളെ കണ്ടാ തന്നെ മെലിഞ്ഞൊട്ടിയ മനുഷ്യനാ, ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളോളമായല്ലോ, മനസ്സിലാവുമല്ലോ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊടുത്തോ, അല്ലാതെ ആ മനുഷ്യനെ നിങ്ങൾ ആക്ഷേപിക്കരുത്. ഈ ഭാര്യ ഭർത്താവിനോട് പറയുവാണ്. ഇത് പറയുമ്പോ ഭർത്താവ് പറഞ്ഞു, ഞാൻ കൊടുക്കില്ല. ഭാര്യ പറഞ്ഞു, എന്നാ നിങ്ങൾ കൊടുക്കണ്ട, ഞാൻ കൊടുത്തിട്ട് വരാ. അവിടെ എഴുന്നേൽക്കുമ്പോ കൈ പിടിച്ചുകൊണ്ട് ബലമായി ഭാര്യ തന്റെ സമീപത്തേക്ക് ഇരുത്തി, നീ പോകണ്ട, ഞാനൊന്നും കൊടുക്കൂല. സുബ്ഹാനല്ലാഹ്. ഈ യാചകൻ അവിടെ ഇരുന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞു, അല്ലാഹ്, ഈ ദുനിയാവിൽ എത്രയോ പേർക്ക് നീ സമ്പത്ത് കൊടുത്തിട്ടുണ്ട് അല്ലാഹ്. പടച്ചവനെ, സമ്പത്തില്ലാതെ എന്നെ ഈ ദുനിയാവില് നീ എന്നെയൊന്ന് ജനിപ്പിക്കുമ്പോ തമ്പുരാൻ അല്ലാഹുവേ, ദിവസങ്ങളോളമായി ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് എന്നാലും നല്ല സമ്പത്ത് കിട്ടി. ഈ മനുഷ്യൻ സുഭിക്ഷമായ ഭക്ഷണം കഴിച്ചുകൊണ്ട് ജീവിക്കുമ്പോ ഒരു തുള്ളി ഭക്ഷണം പോലും എനിക്കൊന്ന് തരാൻ, ഒരു നേരത്തെ അന്നത്തിനുള്ള പൈസ പോലും എനിക്കൊന്ന് തരാൻ കഴിയാതെ, പോരെങ്കിലും നിഷേധാത്മകമായ സ്വഭാവത്തോടെ എന്നെ നിന്ദിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടുന്നവനാണ് അല്ലാഹ്. എനിക്ക് സമ്പത്ത് തരാൻ ഇയാളെ മനസ്സിനെ നീ തോന്നിപ്പിക്കണേ അല്ലാഹ്. ഈ മനുഷ്യനെവിടെ നിന്നുകൊണ്ട് വിളിച്ചു പറയുമ്പോഴാണ് ഇയാള് ദേഷ്യം വന്ന ചാടിയൊന്ന് എഴുന്നേക്കുന്നു. എന്നിട്ട് ഭാര്യയോട് പറയാ, ഇയാൾക്ക് ആവശ്യമായത് ഞാൻ കൊടുത്തിട്ട് വരാ എന്ന് പറഞ്ഞുകൊണ്ട് വീടിന്റെ മട്ടുപ്പാവിൽ നിന്നും താഴത്തെ നിലയിലേക്ക് ഓടി വരികയാണ്. ഓടി വന്ന ഫ്രണ്ടിന്റെ മുന്നിലുള്ള ഡോറങ്ങ് തുറക്കുകയാ. വീടിന്റെ മുൻവക്കത്ത് കാവലായിരുന്ന പട്ടിക്കൂട് പിറന്നിട്ട് പട്ടിയെ അടിച്ചുകൊണ്ട് വിടുകയാണ്. ഈ മഹാന്മാരായ ശിഷ്യന്മാരോട് ഈ അനുഭവം പറഞ്ഞു കൊടുക്കുകയാണ്. ഇയാളങ്ങനെ പട്ടിയടിച്ചു വിട്ടു. നല്ല പട്ടിയാണ്. വീടിന്റെ വളർത്തലിന് വേണ്ടി പണക്കാരന്മാരുടെ സമ്പന്നരുടെ വീട്ടിൽ വളർത്താറുള്ള ആ പട്ടിയെ അടിച്ചു വിട്ടു. പട്ടി അതാ കുരച്ചുകൊണ്ട് ചാടി. ഈ യാചകനുമായി മൽപ്പിടുത്തമായി തട്ടിത്തെറിപ്പിക്കാൻ തുടങ്ങി. പട്ടിയുടെ കുരച്ചിൽ കേൾക്കുമ്പോ മട്ടുപ്പാവിന്റെ ഭാര്യത വന്നുകൊണ്ടെത്തി നോക്കുകയാണ്. അവിടുന്ന് നിലവിളിച്ചു, അല്ലാഹ്, ഓ മനുഷ്യ, നിങ്ങൾക്ക് ഭ്രാന്ത് പിടിച്ചോ? മനുഷ്യ, നിങ്ങൾക്ക് ഭ്രാന്ത് പിടിച്ചോ? മനുഷ്യ, നിങ്ങൾക്ക് ഭ്രാന്ത് പിടിച്ചോ? മഹാനായ തങ്ങൾ പറയാണ്, ഈ ഭാര്യ മട്ടുപ്പാവിൽ നിന്ന് നിലവിളിച്ചു തുടങ്ങി, ഓ മനുഷ്യ, നിങ്ങൾക്ക് ഭ്രാന്തായോ? സാധുവാണ്, മനുഷ്യന് ഇഷ്ടമുണ്ടെങ്കിൽ കൊടുത്തു, ഇല്ലെങ്കിൽ നിങ്ങൾ കൊടുക്കണ്ട. മറിച്ചയാളെ മാന്യമായി മടന്നു പോകാൻ അനുവദിക്കണേ. എന്തിനാ പട്ടി അടിച്ചു വിട്ടത്? ഈ ഭാര്യ നോക്കുമ്പോ പട്ടിയതാ അയാളെ കടിക്കാൻ പോവുകയാണ്. ഓടി ഇറങ്ങി താഴോട്ട് വന്നു. പട്ടിയെ പിടിച്ചു മാറ്റാൻ നോക്കുമ്പോഴാണ് പട്ടിയതാ ഒരു ചാട്ടം ചാടി ഇയാളെ ആഞ്ഞൊന്നു കടിച്ചു. തന്റെ കയ്യതാ പട്ടിയുടെ വായിലായി.
ഈ പെണ്ണ് പട്ടിയെ അങ്ങ് പിടിച്ചു മാറ്റി, ഭാര്യ പട്ടിയെ പിടിച്ചു മാറ്റി. പക്ഷേ ആ മനുഷ്യന്റേതായ ചിന്നിവിരളെ കടിച്ചു മുറിച്ചു കളഞ്ഞു, ചിന്നിവിരളെ കടിച്ചു മുറിച്ചു കളഞ്ഞു. രക്തം ഇങ്ങനെ ആ പെണ്ണിന്റെ മുഖത്തോട് ചീറിത്തെറിക്കുകയാണ്. രക്തം ചൊരിച്ചുകൊണ്ട് ഭർത്താവിനെ കുറിച്ചിട്ട് മാപ്പ് ചോദിക്കുന്നു. പ്രിയപ്പെട്ട സഹോദര, എന്റെ ഭർത്താവ് അറിവില്ലാത്തവനായി പോയി, അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. നിങ്ങൾ എന്റെ ഭർത്താവിനെ ശപിക്കരുത്, നിങ്ങളുടെ കയ്യിൽ ഞാൻ മരുന്ന് വെച്ച് കെട്ടിത്തരാം. ഈ പാവപ്പെട്ട പെണ്ണാണ് ഭാര്യ, ദീനുള്ള പെണ്ണാട്, വേദനിക്കുന്നവന്റെ വേദന മനസ്സിലാകാൻ കഴിവുള്ള പെണ്ണാ. ആ പെണ്ണതാ പറയുന്നു, എന്റെ ഭർത്താവ് മനസ്സിലില്ലാതായി പോയി, എന്റെ ജീവിതത്തിന്റെ പരീക്ഷണമാ, അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടുന്ന മരുന്ന് ഞാൻ വെച്ചു കെട്ടിത്തരാം. അയാള് പറഞ്ഞു, ഇനി നിന്റെ മരുന്ന് എനിക്ക് വേണ്ട, ഒരു നേരത്തെ അന്നത്തിന് ഞാൻ ഈ വീടിന്റെ മുന്നിൽ കൈ നീട്ടുമ്പോ അള്ളാഹു എനിക്ക് തന്ന അവസ്ഥയാണ്, അള്ളാഹു എനിക്ക് തന്ന അവസ്ഥയാണ്. ഓരോ വീടിന്റെയും മുന്നിലേക്ക് ഞാൻ ചെന്ന് കൈ നീട്ടുമ്പോ ഒരേ ഒരു പ്രാർത്ഥനയാണ്. നാണയത്തൊട്ടുകൾ എന്റെ പാട്ടയിലേക്ക് ഇട്ടു തരുമ്പോ, അള്ളാഹുവേ ഇതുപോലെ കെഞ്ചേണ്ട യാചിക്കേണ്ട ഗതികേടോ ഈ സഹായിക്കുന്നവർക്ക് കൊടുക്കില്ല അല്ലാ. പ്രാർത്ഥനയോട് കൂടിയാ ഞാൻ കടന്നു പോകുക. പക്ഷേ എന്റെ സഹോദരി, നിന്റെ ഭർത്താവ് അഹങ്കാരത്തോടെ അള്ള കൊടുത്ത സമ്പത്ത് അതെല്ലാം അഹങ്കരിച്ചുകൊണ്ട് പട്ടിയടിച്ചു വിടുമ്പോ എന്റെ കയ്യിന്റെ ചെന്നിവിരൽ പോലും കടിച്ചു മുറിച്ചു കളയുമ്പോ ഇനി അവനോട് ക്ഷമിക്കാൻ ഞാനില്ല, ഇനി നിന്റെ മരുന്ന് എനിക്ക് വേണ്ട. ആ പെണ്ണ് പറഞ്ഞു, പോവല്ല, നിങ്ങൾക്ക് ജീവിക്കാൻ ആവശ്യമായ സമ്പത്ത് ഞാൻ തരാം. അയാൾ അഭിമാനിയാണ്, പറഞ്ഞു, ഇനി ഈ മനുഷ്യന്റെ സമ്പത്തിനിക്ക് വേണ്ട, ഇനി ഈ മനുഷ്യന്റെ സമ്പത്തിനിക്ക് വേണ്ട, അവന്റെ ഒരു നയാ പൈസ പോലും എനിക്ക് ആവശ്യമില്ല, അതുകൊണ്ട് ഞാനത് ആശിക്കുന്നില്ല. ഭാര്യ പറഞ്ഞു, നിക്കണേ എന്ന് നിർബന്ധം പിടിച്ചിട്ട് വീടിനകത്തേക്കതാ പൈസ എടുക്കാനും മരുന്നെടുക്കാനും ഓടിപ്പോകുകയാണ്. തിരിച്ചു വന്ന് നോക്കുമ്പോൾ ആ മനുഷ്യനെവിടെയില്ല. വേദനയോടെ കണ്ണുനീരോടെ ആ മനുഷ്യനങ്ങ് പടിയിറങ്ങിപ്പോയി. സുബ്ഹാന ജല്ല ജലാലു. ഇമാം യാഫിഈ തങ്ങൾ ഒന്നുകൂടെ വിശദീകരിച്ചുകൊണ്ട് കഥയൊന്ന് പൂർത്തിയാക്കാണ്. ആ മനുഷ്യനങ്ങൾക്ക് ആ പടിയിറങ്ങിപ്പോയി, വേദനയോടെ പടിയിറങ്ങിപ്പോയി. അടിവരയിട്ടുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട വസ്തു എന്നറിയോ? ആ മനുഷ്യൻ പറഞ്ഞൊരു വാക്കാ പെണ്ണിനോട്, ഞാൻ എന്റെ ഓരോ വീടിന്റെ മുന്നിൽ പോയി ഞാനന്ന് കൈനീട്ടുമ്പോ എന്റെ ആവശ്യം പറയുമ്പോ അവരെനിക്ക് മതിയായി തരുമ്പോ ഞാൻ ഒരൊറ്റ ദുആ ചെയ്തു, പടച്ചവനെ എന്നെ പോലെ മറ്റൊരുത്തന്റെ മുന്നിലേക്ക് കൈനീട്ടേണ്ട ഒരു ഗതികേട് എനിക്ക് നീ വരുത്തല്ല തമ്പുരാനെ. ഇരിക്കുന്നവർക്കും ആ പ്രാർത്ഥന ഉണ്ടാവട്ടെ, അള്ളാഹു ഭാഗ്യം തരട്ടെ. ആ പ്രാർത്ഥനയിൽ ഉൾപ്പെടണം. അള്ളാഹുവേ, മരിക്കുന്നത് വരെ ഒരാളെ മുന്നിലും കൈനീട്ടേണ്ട യാചനാരൂപേണ കൈനീട്ടേണ്ട ഒരു ഗതികേട് അള്ളാഹു തരാതിരിക്കട്ടെ. എത്രയോ വലിയ വലിയ സമ്പന്നന്മാർ അതിൻ്റെതായ അവസ്ഥകൾ എത്തപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. സമ്പത്തിന്റെ നടുത്തളത്തിൽ ജീവിച്ചു പോയവര് പോലും പിന്നെ ഒരു കർച്ചീപ്പ് കൊണ്ട് പള്ളിയുടെ മുന്നിലേക്ക് വെള്ളിയാഴ്ച വന്ന് വിരിച്ചിട്ടിരിക്കുന്ന ഒരവസ്ഥ എത്രയോ മഹല്ലുകളിൽ നമ്മളൊക്കെ അനുഭവത്തോടെ ഇമാമിങ്ങളൊക്കെ അനുഭവമുള്ളവരാണത്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. കാലങ്ങൾ കഴിഞ്ഞുപോയി. ഇമാം യാഫി തങ്ങൾ പറയാറ്, കാലങ്ങൾ അങ്ങ് കഴിഞ്ഞുപോയി, കൊല്ലങ്ങളെല്ലാം കഴിഞ്ഞുപോയി. സുബ്ഹാനല്ലാഹ്, കാലങ്ങൾ കഴിഞ്ഞുപോയി, കൊല്ലങ്ങളങ്ങതാ നീണ്ടു പോകുമ്പോ ഒരു ദിവസം ഇതുപോലെ ഭാര്യയും ഭർത്താവും വീടിന്റെ ബാൽക്കണിയിലും മട്ടുപ്പാവിന്റെ മുകളില് കൊഞ്ചുന്ന വർത്തമാനങ്ങൾ പറഞ്ഞ്, രസിക്കുന്ന വർത്തമാനങ്ങൾ പറഞ്ഞ്, നേരം പോക്കുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതായ സമയത്ത് സുബ്ഹാനല്ലാഹ്, ഭാര്യതാ ഭർത്താവിന്റെ മുഖത്തേക്കൊന്ന് സ്നേഹത്തോടെ തലോടുമ്പോഴാണ് ഭാര്യ പെട്ടെന്ന് ഭർത്താവിനോട് ചോദിക്കുന്നു, പ്രിയതമാ, ഇന്നലെ വരെ നിങ്ങളുടെ ചെവിയുടെ താഴ്ഭാഗത്ത് ഇന്നലെ വരെ ഇല്ലാത്തൊരു കറുത്ത പുള്ളി കാണുന്നുണ്ടല്ലോ, ഒരു ചെറിയ കറുത്തൊരു പുള്ളി കാണുന്നുണ്ടല്ലോ. സുബ്ഹാനല്ലാഹ്,
ഭർത്താവ് കൈകൊണ്ടതിങ്ങനെ ചെറുഞ്ഞങ്ങ് കളഞ്ഞു. ആ പാടം ഇളകിപ്പോയതൊരു വെള്ളപ്പുള്ളിയായി മാറി. അതങ്ങ് ഇളകിപ്പോകുമ്പോ ചെറിയ ഒരു ചെറുച്ചില് വരികയാണ്. ഭർത്താവ് നഖം കൊണ്ടതങ്ങ് ചൊറിഞ്ഞു. ഭാര്യ നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ഭർത്താവ് ഓടിപ്പോയി കണ്ണാടിയിൽ നോക്കുമ്പോ ചെറിയ ഒരു വെളുത്ത ഞണലാണ് തന്റെ മുഖത്തിൽ. അതാ ചെവിയുടെ താഴ്ഭാഗത്ത് കാണുന്നുണ്ട്. ആ ഞണലെങ്ങനെ കണ്ടു? സുബ്ഹാന ജല്ല ജലാലു. അതിങ്ങനെ കാണുമ്പോ അയാള് പറയാ, ഇതെങ്ങനോ വന്നു പോയതാണ്. ഉറുമ്പ് കടിച്ചതാകാം, എന്തെങ്കിലും മുറിഞ്ഞതാകാം, അതിങ്ങനെ ഉണങ്ങിയ വെളുത്ത കലയാകാം. ഭാര്യ പറഞ്ഞു, പ്രിയതമാ, ഇന്നലെ വരെ നിങ്ങളുടെ മുഖത്തതില്ലായിരുന്നു. ഭർത്താവിനറിയില്ലെങ്കിലും ഭാര്യക്കറിയാം മുഖത്തിന്റെ കലകള്. അതുകൊണ്ട് തന്നെ ഭാര്യ പറഞ്ഞു, ഇന്നലെ വരെ ആ മുഖത്ത് ഞാൻ കണ്ടിട്ടില്ല. ഭർത്താവ് പറഞ്ഞു, അതങ്ങ് പൊക്കോളും, പക്ഷേ ചെറിയ ഒരു ചൊറിച്ചിൽ അനുഭവപ്പെടുന്നുണ്ട്. ഭാര്യ നല്ലതുപോലെ പരിശോധിച്ചു. എന്നിട്ട് പറയാ ഭർത്താവിനോട്, സാധാരണ ഒരു ചുണങ്ങല്ല, സാധാ ഒരു പാടല്ല ഇത്. ഈ പാടിനെന്തോ ഒരു പ്രത്യേകതയുണ്ടോ? സുബ്ഹാനല്ലാഹ്. ഭാര്യ ഭർത്താവിനോട് പറയുന്ന, പ്രിയപ്പെട്ട ഭർത്താവേ, ഇത് സാധാ ഒരു ഞുണങ്ങായി നിങ്ങൾ തെറ്റിദ്ധരിച്ചു പോകണ്ട. ഇത് ഏതോ ഒരു മാരകമാണ് രോഗത്തിന്റെ ലക്ഷണമാണ്. ഭർത്താവിനെയും വിളിച്ചുകൊണ്ടതാ ഏറ്റവും നല്ലൊരു വൈദ്യന്റെ സമീപത്തേക്ക് പോയി. പിറ്റേ ദിവസമാകുമ്പോ അത് ഞണ്ട് ഞണലായി മാറുകയാണ്. ഒന്ന് രണ്ടായി മാറി. വൈദ്യൻ നല്ലതുപോലെ പരിശോധിച്ചിട്ട് ചോദിക്കുകയാണ് ഇയാളോട് ചോദിക്കുകയാ, തുടങ്ങിയിട്ട് എത്ര കാലമായി? അയാള് പറയാ, തുടങ്ങിയിട്ട് എത്ര കാലമായെന്നു? പടച്ചോനെ, ഇന്നലെയാ എന്റെ ഭാര്യ എന്നോട് പറയണ ഇങ്ങനെ ഒരു ഞണലുണ്ടായത്, അതുകൊണ്ട് ഇന്നലത്തെ ദിവസമാ, അതുകൊണ്ട് തന്നെ എത്ര ദിവസമായി എന്ന് വെച്ചാൽ അറിയില്ല. പക്ഷേ വൈദ്യം പറഞ്ഞു, ഇത് സാധാ ഞണലല്ല, ഇത് കുഷ്ഠരോഗത്തിന്റെ തുടക്കമാണ്. തുടങ്ങിയിട്ട് ഒരു പക്ഷേ കൊല്ലങ്ങളോളമായി കാണും. അങ്ങനെയുണ്ട്. നമുക്കറിയാതെ ഒരുപാട് രോഗങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ടാകാം, അല്ലേ? 2 കൊല്ലം മുമ്പ് വെഞ്ഞാറമൂടിനും വാമനപുരത്തിനും ഇടയ്ക്കുള്ള നസീർ എന്ന് പറയുന്ന ഒരു സഹോദരൻ വീട് വെച്ചു. അതിന്റെ വാർപ്പ് നടക്കുകയാണ്. വാർപ്പിന്റെ തലേന്ന് ഗൾഫിൽ നിന്ന് വന്നിട്ട് പൈസയൊക്കെ കുറഞ്ഞ ആളായതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു? തലേ ദിവസം മണലെല്ലാം നല്ലോണം ഒന്ന് അരിച്ചിടുക. കാരണം മണലരിച്ചിട്ട 2 പേരെ കൂലി ലാഭിക്കാലോ. മണൽ അരിച്ചുകൊണ്ടിരിക്കുമ്പോ ചെറിയൊരു വയറുവേദന വരും. ആ വയറുവേദന നടുവിലേക്ക് മാറി, സഹിക്കാൻ കഴിയുന്നില്ല. തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയി ഇഞ്ചക്ഷൻ കൊടുത്തു. ഗ്യാസാന്നും പറഞ്ഞുകൊണ്ട് മരുന്നും കൊടുത്തു, ഇഞ്ചക്ഷനും കൊടുത്തു, കുറയുന്നില്ല. പിറ്റേന്ന് നേരെ മെഡിക്കൽ കോളേജിലേക്ക് വിടുക. അവര് കുറയാത്തത് കൊണ്ട് പരിശോധിച്ചു, ഒരു കുഴപ്പമില്ല, ഗ്യാസാണ്. അവിടെയും പ്രശ്നമായി. അങ്ങനെ ഒന്നുമില്ലാന്ന് മടങ്ങി വന്നു. 3 സഹിക്കാൻ കഴിയുന്നില്ല, ആൾക്ക് നിൽക്കാൻ കഴിയുന്നില്ല, മടക്കാൻ കഴിയുന്നില്ല. നേരെ RCCയിലേക്ക് പോകുമ്പോ പരിശോധനയിൽ തെളിയുന്നത് എന്താ? ഇയാൾക്ക് ഇപ്പൊ വയസ്സ് 38 കാണും. 35 വർഷമായി ക്യാൻസർ രോഗിയാണ്. തുടയെല്ലിന് ക്യാൻസർ എന്ന് പറഞ്ഞാൽ തുടയെല്ല് ദ്രവിച്ചൊരു പരുവമായി. ഇയാൾ ഇത്രയും കാലം ജീവിച്ചു തന്നെ എന്തോ ഒരു ഭാഗ്യമാണ്. അയാളെ ചെയ്ത സ്വതക്കളുടെ മാത്രം കൊണ്ട് ജീവിച്ച ഈ മണലരിച്ചു എന്നൊരു ഏതു വേദന വന്നു. അതോടെ തുടയില് പൊട്ടി അയാൾ കിടപ്പിലായി. കുറെ നാൾ, ഏകദേശം 1 കൊല്ലം വരെ കിടന്നു. പിന്നെ വഫാത്തായി. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, നമ്മളും ഇങ്ങനെ ആരോഗ്യത്തോടെ ഓടി മടക്കുമ്പോ നമ്മുടെ ഉള്ളിലൊക്കെ എന്തെല്ലാം രോഗങ്ങളാണ്, ബുദ്ധിമുട്ടുകളാണ്, നമ്മൾ ആരും അറിയില്ല. നമ്മൾ ആ യുവത്വത്തിന്റെ ആരോഗ്യത്തിന്റെ തുടുപ്പിലേക്ക് നമ്മൾ ഓടി ചാടി മടക്കും. ഈ അടുത്ത് ഞാൻ എന്റെ പ്രഭാഷണത്തിന്റെ വേളയിൽ ഒരു ഭവനത്തിലേക്ക് ചെല്ലുമ്പോ തൊണ്ടയിൽ ക്യാൻസർ പറ്റിയ ഒരു സഹോദരനെ കാണുമ്പോ, ആ ഒരു അവസ്ഥ കാണുമ്പോ, ഒരു തുള്ളി വെള്ളമൊന്ന് വായിലോട്ട് വെച്ചാൽ ഇറങ്ങൂല എന്ന് പറഞ്ഞ ദാഹിച്ച് വഷളാകുമ്പോ ഒരു തുള്ളി വായിൽ വെച്ചു കൊടുത്ത് അയാൾക്ക് ഇറക്കാൻ പറ്റൂല. ഓസിട്ടിട്ട് ഉള്ളിലോട്ട് ഇറക്കാം. തൊണ്ടയിൽ ക്യാൻസർ പറ്റിയിട്ട് അതിങ്ങനെ നുണഞ്ഞങ്ങ് ഇറക്കും. അത് ഇറക്കുമ്പോ തന്നെ ചെമച്ചിട്ട് സഹിക്കാൻ വയ്യാതെ തുമ്മുക. ക്യാൻസർ കൂടുമ്പോഴേ. അപ്പൊ ഞാൻ ചിന്തിച്ചു, പടച്ചോനെ, നമ്മളൊക്കെ എത്രയോ വാഴന്റെ സദസ്സുകളിൽ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, നമ്മളൊക്കെ തൊണ്ട കയറി പ്രഭാഷണം നടത്തി ദുആ ചെയ്യുമ്പോ അള്ളാഹു സലാമത്ത് നൽകട്ടെ, അള്ളാഹു പൂർണ്ണമായ സംരക്ഷണം നൽകട്ടെ. ശരിക്കും പറഞ്ഞാൽ കണ്ണ് നിറഞ്ഞു പോകുക ആ ഘട്ടങ്ങൾ നമ്മൾ അപ്പോഴൊക്കെ ചിന്തിക്കുള്ളൂ.
ശരിക്കും എത്ര അനുഭവം നമ്മുടെ മുന്നിൽ കിട്ടിയാൽ നമ്മൾ ചിന്തിക്കൂല. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, ഇയാളോട് ഈ വൈദ്യര് പറയാ, നിനക്ക് കുഷ്ഠരോഗത്തിന്റെ ലക്ഷണമാണ്, തുടങ്ങിയിട്ട് കുറെ കൊല്ലങ്ങളായി. ഇയാള് പറയാ അത് അയാളെ ശരീരത്തിന്റെ ഉള്ളിലായിരുന്നു, പക്ഷെ എന്ത് കാരണം എന്നും അയാൾക്ക് മനസ്സിലായില്ല. കുഷ്ഠരോഗമായി. വൈദ്യൻ മരുന്ന് കൊടുത്തു. സുബ്ഹാനല്ലാഹ്. വൈദ്യൻ പറയുന്നത് പെട്ടെന്ന് മാറുന്ന രോഗമല്ല, ദിവസങ്ങൾ കഴിഞ്ഞു, ക്രമാനുഗതമായ രോഗം ഇങ്ങനെ വർദ്ധിക്കാൻ തുടങ്ങി, അതിങ്ങനെ വലുതാവാൻ തുടങ്ങി, ശരീരത്തിന്റെ പല ഭാഗങ്ങളിലേക്കും ഇങ്ങനെ വ്യാപിക്കാൻ തുടങ്ങി. സുബ്ഹാനല്ലാഹ്. ശരീരമാകെ ചീഞ്ഞളയാൻ തുടങ്ങി. ഇയാള് ചികിത്സിച്ചു. എവിടെയെല്ലാം ചികിത്സയുണ്ടോ അവിടെയൊക്കെ പോയി ചികിത്സിക്കാൻ തുടങ്ങി. സ്വത്തുകൾ 5 സെന്റ് 10 സെന്റ് ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് വിൽക്കാൻ തുടങ്ങി. വസ്തുക്കളെല്ലാം വിറ്റു, സ്വത്തുക്കളെല്ലാം വിൽക്കാൻ തുടങ്ങി. വിറ്റ് ചികിത്സിച്ചോ അവസാനം അമ്പര ചുംബിയായ 2 നല്ല വീടുണ്ടല്ലോ, അതുപോലും അയാള് വിൽക്കുകയാണ് ചികിത്സയ്ക്ക് വേണ്ടിയിട്ട്. അതും വിറ്റുകൊണ്ട് ചികിത്സിച്ചു. അവസാനമായി ഇറാഖിന്റെ ഒരു ഒടിഞ്ഞ മൂലയിലുള്ള യൂഫ്രട്ടീസ് നദിയുടെ തീരത്ത് ചെറിയ ഒരു കുടിലടിച്ചുകൊണ്ട് അവിടെ കിടക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഈ സംഭവം അങ്ങ് ഫേമസ് ആയിട്ട് എല്ലാവരും അവസാനം പറയാൻ തുടങ്ങി. അയാളുടെ വീട് പോലും ആ നാടിനൊരു അടയാളമായി മാറി. ഇനി നമ്മളെല്ലാം പറയുമല്ലോ, അരുവാളം ബീച്ചിൽ എവിടെയെന്ന് ചോദിച്ചാൽ പറയാം, നുസ്രത്തുൽ ഉലമയുടെ സമ്മേളനം നടന്ന സ്ഥലമെന്ന് പറയാം. കാരണം ആ പേരിലാ ഇത് പിന്നെ അറിയപ്പെടുക. എന്നതുപോലെ ഇയാളെ വീട് പോലും അടയാളമായി. ഇന്ന കുഷ്ഠരോഗിയുടെ ഒരു വീടുണ്ട്, ആ കുഷ്ഠരോഗിയുടെ വീടുണ്ട്. ഇങ്ങോട്ട് വരുമ്പോ ഉസ്താദ് പറഞ്ഞ മിഷൻ ഹോസ്പിറ്റലിന് അവിടെ തിരിയണോന്ന്, അതൊരു അടയാളമാണ്. എന്നതുപോലെ ഈ വീട് അങ്ങ് ഫേമസ് ആയിട്ട് പറയാൻ തുടങ്ങി. കുഷ്ഠരോഗിയുടെ വീട് എന്ന് അറിയപ്പെടാൻ തുടങ്ങി. കൊല്ലങ്ങളോളം അങ്ങ് ജീവിച്ചു. ഇയാളതാ പുഴുവരത്ത് പുഴുത്ത ജന്മമായി മാറി പൊട്ടിക്കരയാൻ തുടങ്ങിയല്ല. ചെയ്തു പോയ പാപഭാരങ്ങൾ അയാൾ ഓർക്കുന്നില്ല. എന്തൊക്കെയോ ചെയ്തു പോയിട്ടുണ്ട്. നിലവിളിച്ചുവല്ല. അറിഞ്ഞുമറിയാതെയും എത്രയോ തെറ്റുകുറ്റങ്ങൾ ചെയ്തു തമ്പുരാനെ, എനിക്കൊന്ന് പൊറുക്കണേയല്ല. പൊട്ടിക്കരഞ്ഞുകൊണ്ട് ജീവിതങ്ങൾ മുന്നോട്ട് നീങ്ങുമ്പോഴാ കുഷ്ഠരോഗിയായി കുഷ്ഠം പിടിച്ച് പുഴുവരുത്തുകൊണ്ട് ചാവാൻ കിടക്കുന്ന മനുഷ്യന്റെ മുന്നിൽ ആകെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഈ ഭാര്യ എങ്ങിരുന്നു. നല്ലവളായ പെണ്ണാണ്. ആധുനിക യുവതികളെ നമ്മൾ ഒരുപാട് കാണാറുണ്ട്. ഭർത്താവിനതേ സമ്പത്തില്ലാതെ പോയാ കളഞ്ഞിട്ട് പോകുന്ന ഉമ്മമാരെ കാണാ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, നല്ല ബോധം കൊടുക്കട്ടെ. കുഷ്ഠരോഗിയായിട്ട് കൂടി ഈ ഭാര്യ ശുശ്രൂഷിക്കാൻ വേണ്ടി കൂടെ കൂടി കൊല്ലങ്ങളോളം ശുശ്രൂഷിച്ചു. ഈ ഭാര്യയുടേതായ വാപ്പ വന്നു. ഈ മോളെ പറഞ്ഞ, മോളെ ഇനി നീ ഇയാളെ കൂടെ ഇരിക്കേണ്ട, ഈ കുഷ്ഠരോഗം നിനക്ക് കൂടെ പടർന്നാലോ, എനിക്ക് നിന്നെ ചികിത്സിക്കാൻ സമ്പത്തില്ല, ഇനി ഇയാളെ കൂടെ ഇരിക്കല്ല മോളെ. ഈ പെണ്ണിനെ യഥാ കൂട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോഴാണ് ഈ നല്ലവളായ പെണ്ണ് പറഞ്ഞു, എനിക്കാണ് ഈ കുഷ്ഠരോഗം വന്നിരുന്നെങ്കിൽ നിങ്ങൾ എന്നെ തള്ളിക്കളയോ? ഇതെന്റെ പ്രിയപ്പെട്ട ഭർത്താവാണ്. നല്ല വീട്ടിൽ സുന്ദരമായ ജീവിതം എനിക്ക് തന്നവനാണ്. അവനതാ കുഷ്ഠരോഗം പിടിച്ചൊരാള് പോലും തിരിഞ്ഞു നോക്കാനില്ലാതെ, ഒരാള് പോലും തമാശയ്ക്ക് പോലും ഒരു സലാം പറയാൻ പോലും അടുത്തു വരാതെ ഭയന്നുകൊണ്ട് മാറി നിൽക്കുമ്പോ ഈ ഭർത്താവിനെ ശുശ്രൂഷിക്കേണ്ടത് എന്റെ കടമയല്ലേ ഉപ്പാ? ഞാൻ വിട്ടുമരൂല ഉപ്പാ. ഈ മനുഷ്യനെ ഒഴിവാക്കാൻ ഞാൻ തയ്യാറല്ല ഉപ്പാ. പിതാവിനോട് പെണ്ണ് കഴിവിന്റെ പരമാവധി പറയുകയാണ്. പക്ഷേ പിതാവ് നിർബന്ധിച്ചു. ഈ ഭർത്താവും പറഞ്ഞു, മോളെ നീ എന്റെ കൂടെ നിൽക്കേണ്ടവന്റെ, ഇത്രയും കാലം നിന്നത് തന്നെ വലിയ കാര്യമാ. ദുനിയാവിലൊരു പെണ്ണ് പോലും ഇതുപോലെ നിൽക്കൂല. കൊല്ലങ്ങളായി പുഴുവരുത്തി പോയി എന്നെ ശുശ്രൂഷിക്കാൻ ഒരു പെണ്ണും തയ്യാറാവൂല. നീ തന്നെ നിന്നതെന്തോ ഒരു ഭാഗ്യമാണ്. ഇനി നിനക്ക് കൂടി അസുഖം പിടിച്ചാൽ അത് കൂടി വല്ലാതെ സങ്കടമാകൂ. അതുകൊണ്ട് നീ പൊക്കോ മോളെ. വാപ്പ പറയുന്നത് പോലെ നല്ലൊരു ബന്ധത്തിന് വേണ്ടി പരിശ്രമിച്ചോളൂ. ആ പെണ്ണ് തയ്യാറായില്ല. നല്ലൊരു പെണ്ണാണ്, സ്നേഹമുള്ള പെണ്ണ.
ഈ വാപ്പ പോയി പെണ്ണിന്റെ ആങ്ങളെയും കൂട്ടിക്കൊണ്ടുവന്നു. പെണ്ണിനെ ബലാത്കാരമായി പിടിച്ചു, വീട് വിട്ട് കൊണ്ടുപോയി. പൊട്ടിക്കരഞ്ഞ് നിലവിളിച്ചുകൊണ്ട് പെണ്ണ് കരയുമ്പോൾ ഈ ഭർത്താവ് വിളിച്ചു പറയാ, മോളെ നീ വിഷമിക്കണ്ട, നീയെങ്കിലും പോയെന്ന് രക്ഷപ്പെട്ടോ. നിനക്ക് കൂടി അസുഖം വന്നാ ഈ കുഷ്ഠം പിടിച്ച് കിടക്കുന്ന എനിക്ക് നോക്കാൻ പറ്റൂല. സുബ്ഹാനല്ലാഹ്. പെണ്ണിനെ കൊണ്ടുപോയി വീടിന്റെ ഒരൊഴിഞ്ഞ മൂലയിൽ അടച്ചിടുകയാണ് ഈ പിതാവ്. ദിവസങ്ങൾ കടഞ്ഞു, മാസങ്ങൾ കൊല്ലങ്ങളായി മാറി. സുബ്ഹാന ജല്ല ജലാലു. ഇതിനിടയിൽ ഈ ഭർത്താവിനെ കണ്ടു സന്തോഷത്തോടെ ഉപ്പയും സഹോദരനും വന്നു. അയാള് സന്തോഷത്തോടെ ത്വലാഖ് ചൊല്ലിക്കൊടുത്തു. ആ പെണ്ണെങ്കിലും രക്ഷപ്പെട്ടോട്ടെ എന്ന് നല്ല മനസ്സോടെ പറഞ്ഞു. രോഗം വരുമ്പോ എല്ലാവരും നന്നാവുമല്ലോ, അങ്ങനെ നന്നായതാ. ത്വലാഖ് ചൊല്ലിക്കൊടുത്തു. അവസാനം ആ പെണ്ണിനെ കൊണ്ടുപോയി. ഒരുപാട് പയ്യന്മാരെ നോക്കി, ഒരു പയ്യനെ ഇവക്ക് ഇഷ്ടപ്പെടൂല. അങ്ങനെയുണ്ട്. നമ്മളെയൊക്കെ മക്കൾക്കൊക്കെ ഒരുപാട് പയ്യന്മാരെ നമ്മൾ നോക്കും, ആരും ഇഷ്ടപ്പെടൂല. പഠിക്കണമെന്ന് പറയൂല്ലേ, അവസാനം പറയുമ്പോഴാണ് അല്ലേ അപ്പുറത്തെ രാമനുമായിട്ട് ഒളിച്ചോടി എന്ന് വാർത്ത കേൾക്കണം. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. നമ്മളെ ഉമ്മമാരെ പ്രത്യേകം നമ്മളെ മക്കളെ ശ്രദ്ധിക്കണം. കാലങ്ങൾ വല്ലാത്തൊരു കാലുവാ. അള്ളാഹു നല്ല മനസ്സും നല്ല ബോധവും നമ്മളെ മക്കൾക്ക് നൽകട്ടെ. നല്ലതുപോലെ നമ്മൾ സംരക്ഷിക്കണം. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അപ്പോ ഒരാളെയും ഈ പെണ്ണിന് പിടിക്കൂല. അവസാനം കാലങ്ങള് ഈ വേദനയെ പൊറിപ്പിക്കുമല്ലോ. അങ്ങനെയാണല്ലോ മറവി മനുഷ്യന് മഹാനുഗ്രഹം ഇല്ലേ. എത്ര വേദനിച്ചാലും നമ്മളൊക്കെ കാലങ്ങൾ കൊണ്ട് മറക്കും. പ്രസവ വേദന ഏറ്റവും വലിയ വേദന എന്നാ പറയാ. ശരിക്കും പ്രസവ വേദന അള്ള വന്ന ഒരു വലിയ അനുഗ്രഹം മറവി എന്നുള്ളത്. അത് ഈ പെണ്ണ് മറന്നില്ലെങ്കിൽ പിന്നെ ഈ പെണ്ണിനെ വല്ലാത്തിനെ കിട്ടുമോ ഭർത്താവിന്? ചിന്തിക്ക്. പ്രസവ വേദന മറന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഭർത്താവുമായ ഒരു ബന്ധത്തിന് ഭാര്യ തയ്യാറാവൂല. അവിടെ അള്ളാഹു മറവി എന്ന് പറയുന്ന അനുഗ്രഹം മനുഷ്യന് കൊടുക്കുക. അങ്ങനെ നമ്മൾ ചിന്തിക്കാത്ത ഒരുപാട് അനുഗ്രഹം അള്ളാഹ് തന്നിട്ടുണ്ട്. എന്റെ വിഷയം വേറെ, അവിടെ ഇരിക്കട്ടെ. അപ്പോ ഈ പെണ്ണെങ്ങനെ ഇരിക്കുന്നു. അവസാനം ഒരാള് തന്റെ കാണാൻ വേണ്ടി വന്നു. അയാള് ദൂരെ നിന്ന് പെണ്ണിനെ കണ്ടപ്പോ ആദ്യമേ വാപ്പയോട് പറഞ്ഞു, എനിക്ക് ഈ പെണ്ണിനെ ഇഷ്ടപ്പെട്ടു, ഈ പെണ്ണിനെ മതി എനിക്ക്. പയ്യൻ വന്നു, പെണ്ണ് നോക്കിയില്ല, പയ്യൻ കണ്ടു. വാപ്പ കല്യാണം ഉറപ്പിച്ചു, നിക്കാഹ് കഴിഞ്ഞു. മണിയറ റൂമിലേക്ക് പയ്യൻ കടന്നു വരിക. മണിയറ റൂമിൽ ഇപ്പൊ നിക്കാഹ് കഴിഞ്ഞു എന്ന് കഴിഞ്ഞപ്പോ ഈ പെണ്ണ് പിന്നെ എന്തായാലും നല്ലവളാണ്, ദീനുള്ള പെണ്ണാണ്. അതുകൊണ്ട് തന്നെ ഇനി എന്റെ ഭർത്താവിത മറ്റോർമ്മകൾ വെക്കുന്നത് ശരിയല്ല, അത് ചതിയാണ്. അതുകൊണ്ട് ഈ ഭർത്താവിനെ സ്നേഹിച്ചു തുടങ്ങണം എന്ന് ഈ പെണ്ണിനോട് ഒരാൾ പറഞ്ഞു കൊടുക്കേണ്ട ബോധമുള്ള പെണ്ണാ. അതുകൊണ്ട് തന്നെ ആ പെണ്ണ് സ്നേഹത്തോടെ ഭർത്താവ് വന്നു. നോക്കുമ്പോ നല്ല കട്ടിമീശക്കാരനാണ്, കറുകറുത്ത ചെറുകറുത്ത രൂപമാണ്, നല്ല ആരോഗ്യയുടെ ഗാത്രമായ ശരീരമാണ്. തന്റെ കൂടെ അതാ കട്ടിലിന്റെ അടികിലേക്ക് വന്നിരുന്നു. ഭർത്താവിനോട് ചേർന്നിരുന്ന ഭർത്താവ് തന്റെ കയ്യിലേക്ക് ചേർത്ത് പിടിക്കുകയാണ്. അപ്പോഴാണ് ഈ ഭാര്യ പറയുന്നു, പ്രിയപ്പെട്ട ഭർത്താവ്, എന്റെ ഭർത്താവതേ നല്ലതുപോലെ എന്നെ പൊന്നെപ്പോലെ നോക്കി പ്രിയപ്പെട്ടവനാ. അവസാനം ഒരു കുഷ്ഠരോഗമല്ല പരീക്ഷണമായി കൊടുക്കുമ്പോ അതിൽ പെട്ടുകൊണ്ടവൽ ഒഴിലുമ്പോഴാണ് എന്റെ എന്റെ വാപ്പായും സഹോദരനും വന്ന് നിർബന്ധമായി കൊണ്ടുവന്നതാ. അങ്ങനെയാണ് ഞാൻ ഈ വിവാഹത്തിന് ഇടയാകുന്നത്. പക്ഷേ എന്റെ മനസ്സിപ്പോഴും പഴയ ഭർത്താവാണ്. ആ ഭർത്താവിനോട് എനിക്കിഷ്ടമാണ്. പക്ഷേ ഇനി എന്റെ മനസ്സിൽ വെക്കുന്നത് ശരിയല്ലല്ലോ. ഇന്നു മുതൽ ഞാനിതാ നിങ്ങളെ പ്രണയിക്കാൻ തുടങ്ങുകയാണ്. നിങ്ങൾക്ക് വേണ്ടി ഒരു ഭാര്യ എന്ന അർത്ഥത്തിലില്ലാ തരത്തിലോ സേവനങ്ങളുമായി ഞാൻ നടന്നുകൊള്ളാം. ഇത് പറയുമ്പോഴാണ് ഭർത്താവ് പറയാ, മോളെ നിന്നെ എനിക്കറിയാം, എനിക്ക് നിന്നെ പരിചയമുണ്ട്. നിന്റെ സ്വഭാവം എന്നോട് പറയണ്ട. നീ നല്ലവളാണ്, നല്ല ഒരു പെണ്ണാണ്, നല്ല സ്നേഹമുള്ളവളാണ്, വേദനിക്കുന്നവന്റെ വേദന കാണാൻ കഴിവുള്ളവളാ, കൈവിട്ടു പോകുന്ന മോളല്ലെന്ന് എനിക്കറിയാം. ഇയാളെ സംസാരം കേൾക്കുമ്പോ ഈ പെണ്ണിങ്ങനെ ചിന്തിക്കുക, എവിടെയോ കേട്ട് പരിചയമുണ്ടല്ലോ, ഈ ശബ്ദം ഞാൻ എവിടെയോ കേട്ട് പരിചയമുള്ളത് പോലെ തോന്നുന്നുണ്ട്. അപ്പോഴാണ് ഈ പുതുമാരം പറയുന്നു, മോളെ ഈ കൈ നീ ഒന്ന് നോക്കിക്കോ, നിനക്കെന്നെ മനസ്സിലാകാം. തന്റെ വലത് കൈയെടുത്തുകൊണ്ട് ആ ഭാര്യയുടെ കയ്യിലേക്ക് വെച്ചു കൊടുക്കാണ്. ആ ഭാര്യത ആ കൈ പിടിച്ചുകൊണ്ട് നിവർത്തി നോക്കുമ്പോ ഒരു വിരല് കാണാനില്ല.
സുബ്ഹാന ജല്ല ജലാലു. വിധിയുടെ വിളയാട്ടം പോലെ ഭാര്യ അത്ഭുതത്തോടെ പെട്ടെന്ന് ചോദിക്കുന്നു, ഈ വിരലെന്താ ചെയ്തത്? എന്നിട്ട് പെട്ടെന്ന് മുഖത്തോട്ടൊന്ന് ശ്രദ്ധിച്ചു നോക്കുകയാ. എന്നിട്ട് ചോദിക്കുന്നു, പ്രിയപ്പെട്ട ഭർത്താവേ, നിങ്ങളല്ലേ എന്റെ പഴയ ഭർത്താവിന്റെ വീട്ടിലോ പണ്ട് യാചനയ്ക്ക് വന്നവർ നിങ്ങളാണോ? പറഞ്ഞു, അതേ മോളെ, ഞാനാട്. കൂനിപ്പടച്ചുകൊണ്ട് കവളൊട്ടിക്കൊണ്ട് അസ്ഥിപഞ്ചരമായി എല്ലും തോലുമായി ഒരു നേരത്തെ അന്നത്തിന് വേണ്ടി യാചകനായി നിന്റെ വീട്ടിൽ വന്ന് കൈ നീട്ടി വന്നാനാ. അന്ന് നിന്റെ ഭർത്താവ് പട്ടി അടിച്ചു വിട്ട് കടിപ്പിച്ചല്ലോ. ആ പട്ടി കടിച്ചെടുത്ത വിരലാണ് ഈ ചിന്നി വിരൽ കാണാനില്ലെന്ന് പറയുമ്പോ ഈ ഭാര്യ ആകപ്പാടെ വിഷമിച്ചു പോകുകയാണ്. സുബ്ഹാനല്ലാഹ്. കൊടുക്കുന്ന വിധി ഇതാ. നമ്മുടെ മുന്നിലേക്ക് സഹായസ്തവുമായിട്ട് ഒരാൾ കടന്നു വരുന്നു, അയാളെ സഹായിക്കാതിരിക്കുന്നു, അതേ അവസ്ഥയിലേക്ക് റബ്ബ് എത്തിക്കുന്ന ഒരു അവസ്ഥ നോക്കിക്കേ. ഈ പെണ്ണ് അവനുമായി കഴിഞ്ഞുകൂടുന്നു. പക്ഷെ റബ്ബ് ഇയാളുടെ പാളയത്തെത്തിക്കുക. ഭർത്താവിനോട് ചോദിച്ചു, പ്രിയതമ, നിങ്ങൾ എങ്ങനെ അന്ന് വല്ലാതെ ബുദ്ധിമുട്ടുന്ന മനുഷ്യനല്ലേ പറയാ, ഞാനങ്ങനെ തെണ്ടി മടന്നുപോലെ ഒരുപാട് വേദനിച്ചു വിഷമിച്ചു. ആ കയ്യിന്റെ വേദന എന്നെ പൊറുക്കാൻ പറ്റാതെ അവസാനം ഞാനൊരു തീരുമാനമെടുത്തു, ഇവനെ പോലെ വല്ല മണിമാളിക വെക്കി എനിക്കും ആളാകണം. അങ്ങനെ ഞാൻ കടല് നീന്തിക്കടന്നു വിദേശങ്ങളിൽ പോയി സമ്പത്തുമായി കടന്നു വന്നു. ഇന്ന് ഞാൻ അറിയുന്ന ഒന്നാന്തരം സമ്പന്നനാട്. എന്നിട്ട് ആ വീട് തന്നെ വിലയ്ക്ക് വാങ്ങാൻ വേണ്ടി നോക്കി. അവസാനം അയാൾ അത് ഒപ്പിച്ചു. തന്റെ ഭർത്താവിന്റെ വീടും ഇയാളെ വിലയ്ക്ക് വാങ്ങി. ഈ ഭാര്യയ്ക്കറിയില്ല. ദിവസങ്ങൾ കഴിഞ്ഞു. അതേ വീട്ടിൽ തന്നെ താമസത്തിന് കൊണ്ടുപോയി. അവിടെ എങ്ങനെ താമസിക്കാൻ ഇരിക്കുമ്പോഴാണ് ഒരു വേള തന്റെ വീടിന്റെ പുറത്ത് മറ്റൊരു യാചകന്റെ നിലവിളി വരുന്നത്. നോക്കുമ്പോ കുഷ്ഠരോഗം പൊടിച്ച് ശരീരം പോലും മുഖം പോലും തിരിച്ചറിയാൻ കഴിയാതെ ശരീരം ജീർന്നിട്ട് പൊട്ടി ഒലിച്ച് പുഴുവരുത്ത് ജന്മമായിട്ട് അയാൾ ഇഴഞ്ഞിഴഞ്ഞ് തറയിലൂടെ ഇഴഞ്ഞിഴഞ്ഞുകൊണ്ട് യാചിക്കുന്ന വല്ലതും തരേണ്ടത്. ഈ മനുഷ്യൻ ഇറങ്ങിപ്പോയി. അയാളെ പറഞ്ഞു, നീ കടന്നൊന്ന് അകത്തിരിക്കടാന്ന് പറഞ്ഞു. അയാളെ പറഞ്ഞു, കുഷ്ഠരോഗിയായി എന്നെ ഒരാളും അടുപ്പിക്കാറ് പോലും, നിങ്ങൾ എന്തിനാ എന്നെ അകത്തോട്ട് വിളിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് ഇയാളെ തലയൊന്ന് ഉയർത്തി നോക്കുമ്പോഴാണ് ഇയാൾ അത്ഭുതപ്പെട്ടു. സുബ്ഹാനല്ലാഹ്, അറിയാതെ വിളിച്ചുപോയി. അല്ലാഹ്, വിധിയുടെ വിളയാട്ടമല്ലേ. തങ്ങളെ സംഭവം പറയുകയാ. അയാള് ചോദിച്ചു പോയി, അന്നെന്റെ വീട്ടിൽ വന്ന് യാചിച്ചവനല്ലേ നിങ്ങൾ എന്നോട് പ്രതികാരം തീർക്കുകയാണോ? അയാള് പറഞ്ഞു, ഇല്ലടാ, നീ ഇനി കുഷ്ഠമില്ല, എന്തെല്ലാ രോഗങ്ങളായാലും ബുദ്ധിമുട്ടിയാലും ഈ അവസ്ഥ ഞാൻ അറിയുന്നവനാണ്. നാളെ ഒരു പക്ഷേ ഇന്ന് ഞാൻ സമ്പന്നനായാൽ നാളെ അള്ളാഹു എന്നെ താഴത്തേക്ക് തള്ളിയിട്ടേക്കാ. അള്ളാഹുവിനൊരു നിമിഷം മതിയടാ. അതുകൊണ്ട് കയറിയിരിക്കുന്നു പറഞ്ഞതാ. കൈപിടിച്ച് കയറ്റുമ്പോഴാണ് ഉള്ളിനകത്തിന്ന് ഓടി വരികയാ പ്രിയപ്പെട്ട ഭാര്യ. ഓടി വന്നുകൊണ്ട് പഴയ ഭർത്താവിനെ കാണുമ്പോ സുബ്ഹാനല്ലാഹ്, ഈ പെണ്ണതാ ബോധം കെട്ടുകൊണ്ട് നിലത്ത് വീഴുകയാള്. ഈ കുഷ്ഠരോഗി കണ്ണുനീരുകളോടെ ഇറങ്ങിപ്പോയി, വിലപിച്ചു പോയി. ആ മനുഷ്യനൊരു കുഴപ്പമില്ലാത്ത നല്ല സുന്ദരമാണ്, പളുങ്ക് പോലെയുള്ള ശരീരത്തിൽ ചെറിയ ഒരു ഞണല് പോലെ അല്ലാഹു കുഷ്ഠരോഗം തുടങ്ങിയത്. ഈ മനുഷ്യനെ ആട്ടിയതിന്റെ പേരിൽ അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. പടച്ചവന്റെ വിധിയുടെ വിളയാട്ടം അതാ, അല്ലേ? അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. നമ്മളൊക്കെ ഈ നുസ്രത്തുൽ ഉലമയുടെ ഉസ്താദുമാര്, നമ്മളൊക്കെ എത്രയോ ഇതിന്റെ സംഘാടകര്, ഉസ്താദുമാർക്ക് ക്യാൻസർ രോഗം പിടിച്ച എത്രയോ കുടുംബത്തിൽ കടന്നു പോകുമ്പോ രണ്ട് കാലിനും മന്ത് പിടിച്ചിട്ട് ജീവിതം പോലും വഴിമുട്ടിപ്പോയ ഒരു പാവപ്പെട്ട ഉസ്താദിന്റെ മുന്നിലേക്ക് നുസ്രത്തുൽ ഉലമയുടെ പ്രിയപ്പെട്ട ഉസ്താദുമാര് കടന്നു ചെന്നുകൊണ്ട് ആ കയ്യിലേക്ക് കടിയുന്നത് വെച്ചു കൊടുക്കുമ്പോ നിറകണ്ണുകളോടെ ദാരിമി ഉസ്താദൊക്കെ നമ്മുടെ മുന്നിൽ വന്ന് സങ്കടത്തോടെ പറയാ, നിറകണ്ണുകളോടെ ആ ഉസ്താദ് അവിടെ ഇരുന്നു കൊണ്ട് പൊട്ടിക്കരയാട്. അല്ലാഹ്
പടച്ചവനെ ഇതുപോലെ നുസ്രത്തുൽ ഉലമാന്റെ പ്രിയപ്പെട്ട ഉസ്താദുമാര് അവരെന്ന് ചോദിക്കുമ്പോൾ അവർക്ക് ആരൊക്കെയാ കൊടുത്തതല്ലോ? അവർക്കാർക്കും ഇതുപോലെ ഗതികേട് വരുത്തില്ലല്ല. ഇതുപോലെ ഗതികേട് തരല്ലേ തമ്പുരാൻ. ബിബറകത്തി സയ്യിദിനാ റസൂലുള്ളാഹി. നമ്മൾ ആശിക്കേണ്ടത് എവിടെയുള്ള തങ്ങളുടെ ദുആ അല്ല നമ്മൾ കുതിക്കേണ്ടത്. മറിച്ച് എവർ ഈ സമ്പത്തും എടുത്തുകൊണ്ട് പോയിട്ട് ഏതെങ്കിലും സാധുവാണ് ഉസ്താദിന്റെ കൈ കൊടുക്കുമ്പോ ആ മനം നിറഞ്ഞൊരു ദുആ ഉണ്ടല്ലോ, ഒരു വാക്ക്, ചിലപ്പോ അവരെ ഹംദ് പറയൂല, സ്വലാത്ത് ചൊല്ലൂല, മനം മറഞ്ഞിട്ട് പടച്ചോനെ എന്നൊരു വിളി വിളിച്ചാൽ അത് നമുക്കുള്ള പ്രാർത്ഥനയാണ്. അല്ലാഹു ഭാഗ്യം തരട്ടെ.